ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് SDLC, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കടന്നു പോകുന്ന 5 ഫേസ് പ്രോസസ്സുകളാണ് ഇവിടെ, അതായത് 5 ഫേസ് ഉണ്ടായിരിക്കുക, പ്രോസസ്സിങ്ങിൻ്റെ 5 ഫേസ്. ആ ഫേസുകളാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. These days, the SDLC may be known as Application Life Cycle Management due to increasing focus, delivery and retirement of system application. നമ്മൾ ഈ SDLCനെ ഇന്നത്തെ കാലത്ത് ALM എന്നും പറയാറുണ്ട്, ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്നും പറയാറുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെലിവറി ആൻഡ് റിട്ടയർമെൻറ്റ്, അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഡെലിവറിക്കും റിട്ടയർമെൻറ്റിനൊക്കെയാണ് ഇന്ന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്ന് പല ആപ്ലിക്കേഷനും അതിന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ALM എന്നുള്ള പേരും പറയാറുണ്ട്. However, the development phase of SDLC ALM are identical. എന്തൊക്കെയായാലും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കലാണ്. 5 ഫേസാണ് നമ്മളുള്ളത് പറഞ്ഞു. No matter how large or small, every software application that produce must pass through these stages: planning, implementation, testing, deployment and maintenance. എന്തൊക്കെയായാലും ഇനി ഒരു സ്മോൾ പ്രൊജക്റ്റ് ആയാലും ശരി, ലാർജ് പ്രൊജക്റ്റ് ആയാലും ശരി, ഏത് സോഫ്റ്റ്വെയർ ആയാലും ശരി, ഈ പറഞ്ഞ 5 സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് മാത്രമേ അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവിലേക്ക് അതിനെത്താൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ് പറഞ്ഞാൽ പ്ലാനിങ് ആണ്, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്, പിന്നെ ടെസ്റ്റിംഗ് ആണ്, പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ മെയിൻ്റനൻസ്. ഇത്തരം ഒരുപാട് സ്റ്റേജുകൾ കടന്നു പോകണം. സോ അങ്ങനെ നമ്മൾ ആ സ്റ്റേജിലൂടെ പാസ് ചെയ്തിട്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ കരുതിയൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. The degree of formalization of the software development life cycle will depend on the organization driving the project. മാത്രമല്ല അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്ന, അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതിൻ്റെ ബേസിലാണ് ഇരിക്കുക. അതായത് എങ്ങനെയാണ് നമ്മുടെ ഈ SDLC ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫേസ് ഫോർമൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ആ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. On smaller, more agile teams such as those found at many technology startups, these steps may occur unconsciously, with individuals stepping into many roles involved the software development process and fluidity. അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അതിനകത്തുള്ള ആളുകൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഏജയിലായിട്ടുള്ള ടീംസ് ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ആ പ്രോസസ്സുകൾ ചെയ്യാൻ കഴിയും. ഈ ലാർജർ ഓർഗനൈസേഷൻ, ഹവർ ഹൺഡ്രഡ്സ് ഓഫ് ഈവൻ തൗസൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ മേ ബി ഡിവോട്ടഡ് ടു വൺ പ്രൊജക്ട്. എന്നാൽ ലാർജർ ഓർഗനൈസേഷൻ്റെ കേസ് വരുമ്പോൾ അവർ അത്രയും ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും എടുക്കുക, അവർ മാനേജ് ചെയ്യുക. സോ അവിടെ ഹൺഡ്രഡ്സോ തൗസൻഡ്സോ ഇൻഡിവിജ്വൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇൻ ദീസ് സിറ്റുവേഷൻസ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഈസ് എ വാല്യുബിൾ ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ കോംപ്ലെക്സ് പ്രൊജക്ട് by breaking it down into discrete phase with distinct steps and clear owners. അതായത് അങ്ങനത്തെ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ SDLC അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യും, നമ്മളൊരു സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ ടീമിനും ഓരോന്ന് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ ഓരോ ഡിസ്ക്രീറ്റ് ഫേസിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ അത് ഓരോരുത്തരും അവരുടെ ഏരിയ മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഫസ്റ്റ് പറയാനുള്ള SDLCയിലുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. The first stage in developing any software product is planning. First step എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാനിങ് ആണ്. During the planning stage, the company's management team set out the detailed business requirement based market projections, the competitive environment and other business drivers. The managers also determine acceptable level of business risk and outline component of budget and timeline. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തുള്ള ബിസിനസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം ഒരു കമ്പനി എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടായിരിക്കണം. എന്തൊക്കെയാണ് മാർക്കറ്റ് പ്രൊജക്ഷൻ, എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എൻവിറോൺമെൻറ്റ്, എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് ഡ്രൈവേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ വന്നിട്ട് എന്തൊക്കെയാണ് ബിസിനസ് റിസ്കുകൾ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്ലൈൻ ചെയ്യണം. അതിൻ്റെ ബഡ്ജറ്റും ടൈം ലൈനൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ എല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പ്ലാനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും അതിൻ്റെ മാർക്കറ്റിംഗ് ലെവൽ മാത്രമല്ല, പകരം എന്താണ് ഇത്ര ബഡ്ജറ്റിൽ നമ്മൾ കൊണ്ടുവരണം, കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരണമെന്നും ഇത്ര ടൈം ലൈനിൻ്റെ ഉള്ളിൽ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് പ്ലാനിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോകാൻ പറ്റുള്ളൂ. എന്നാലേ അതൊരു സക്സസ്ഫുൾ ആയിട്ട് മാറുള്ളൂ. എല്ലാ രീതിയിലും നമ്മൾ കരുതിയ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലാനിങ് തന്നെ കൊണ്ടുവരണം. Once it is understood that role of product is intended to play the strategy of business, the next step of the business analyst, sometimes called project manager or program managers, to determine features requirement. ഫസ്റ്റ് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ എന്ത് റോളാണ് ആ പ്രൊഡക്റ്റിൽ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, ഒരു ബിസിനസ് സ്ട്രാറ്റജീൻ്റെയൊക്കെ ബേസിൽ എങ്ങനെ നമ്മൾ ആ പ്രൊഡക്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിസിനസ് അനലിസ്റ്റുകളൊക്കെയാണ് പിന്നെ കൂടി പ്ലാൻ ചെയ്യേണ്ടത്. എന്താണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിന് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് ഡിറ്റർമിൻ ചെയ്യണം.
ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫീച്ചേഴ്സ് ആർ നീഡഡ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആവശ്യമുള്ളത്. ദ ബിസിനസ് അനലിസ്റ്റ് ക്രിയേറ്റ് കസ്റ്റമർ യൂസ് കേസ് വിത്ത് ഡീറ്റെയിൽഡ് സിനാരിയോസ് ഓഫ് ഹൗ പ്രൊഡക്റ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ആൻഡ് വാട്ട് പ്രോബ്ലംസ് ദ പ്രൊഡക്റ്റ് വിൽ സോൾവ് ദ കസ്റ്റമർ. അപ്പോൾ അവർ കസ്റ്റമേഴ്സിന് നടത്തുന്ന യൂസർ കേസൊക്കെ യൂസ് ചെയ്തിട്ട് അവർ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, എന്തൊക്കെ പ്രോബ്ലംസ് കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ സോൾവ് ചെയ്യണം എന്നും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതായത് അത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്ലാനിങ് കൊണ്ടുവരും. ബൈ ടേക്കിംഗ് എ ക്ലോസ് ലുക്ക് അറ്റ് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ്, ബിസിനസ് അനലിസ്റ്റ് ഏബിൾ ടു പ്രയോറിറ്റൈസ് വിച്ച് ഫീച്ചേഴ്സ് ആർ മോസ്റ്റ് എസെൻഷ്യൽ ടു പ്രൊഡക്റ്റ് സക്സസ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ക്ലോസ് ലുക്ക് എടുത്തിട്ട് അവരെ എക്സ്പീരിയൻസും അവരെന്തൊക്കെയാണ് നീഡ്സ് പറയുന്നത് അതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യും, ഇവർ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. They leverage this knowledge to define the scope of project and create specification document. എന്നിട്ട് അവരതിൻ്റെ ബേസിൽ ഒരു സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാകും. അതിനകത്താണ് ഈ പ്രൊജക്റ്റിൻ്റെ സ്കോപ്പ് എത്രത്തോളമാണ്, കാരണം എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ഈ പ്രൊജക്റ്റിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കും. വിച്ച് ഡീറ്റെയിൽസ് ഹൗ ഈച്ച് ഫീച്ചർ വിത്തിൻ ദ പ്രൊഡക്റ്റ് ഷുഡ് ഫംഗ്ഷൻ. അതിനകത്തുള്ള ഓരോ ഫീച്ചറും എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റിനകത്ത്. Finally, the business analysts outline a thorough project plan with deadline for major milestones in feature development and release process, taking into account the available personnel and any risk in the schedule. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്ലാനിങ്ങും കഴിഞ്ഞതിന് ശേഷം അവർ ഡെഡ് ലൈനും വെച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും, അവരുടെ ഈ ഒരു കൺസെപ്റ്റുകൾ ഈ ഡോക്യുമെൻ്റ് അവർ റിലീസ് ചെയ്യും പ്രോസസ്സിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാനിങ് വ്യക്തമായി അത് അവരുടെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ടീം ഉണ്ടാവുമല്ലോ, വർക്ക് ചെയ്യുന്ന ടീം, ആ ടീമിൻ്റെ മുന്നിൽ അവരെന്ത് ചെയ്യും, എന്തൊക്കെയാണ് റിസ്ക്കുകളുള്ളത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ള ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, ഷെയർ ചെയ്യും. മാത്രമല്ല എന്തൊക്കെയാണ് ഇതിനകത്ത് റിസ്ക് ഉള്ളത്, എങ്ങനെ ഇത് ഷെഡ്യൂൾ ചെയ്യണം, എങ്ങനെ ടൈം ലൈൻ കൊടുക്കണം, എങ്ങനെ ഇത് എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് അവരിതുവരെ സ്റ്റഡി ചെയ്ത ആ പ്ലാനിങ്ങിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഇതുവരെ അവരെങ്ങനെ യൂസ് കേസ് വെച്ച് സ്റ്റഡി ചെയ്തോ അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി, അതവർ ഡോക്യുമെൻറ്റും ചെയ്തു. ആ ഡോക്യുമെൻ്റ് അവരെന്ത് ചെയ്യും, എന്താ പറയുക, ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീമായിട്ട് ഷെയർ ചെയ്തിട്ട് എങ്ങനെയൊക്കെ കൊണ്ടുവരണം, ഇതെങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണയിൽ അവരെത്തും. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ, ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ പ്ലാനിങ് കഴിഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ടീമിലും എത്തിച്ചു, ഇനി ഇംപ്ലിമെൻറ്റേഷനാണ്. ഡ്യൂറിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ദ ഡെവലപ്മെൻറ്റ് ടീം ബിഗിൻസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ കോഡ് ഫോർ ദ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ പ്ലാനിങ് കംപ്ലീറ്റഡ് ഇൻ ഫേസ് 1. നമ്മൾ പറഞ്ഞു ഫേസ് 1 നമ്മൾ കംപ്ലീറ്റഡ് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ പറഞ്ഞല്ലോ എല്ലാം ചെയ്ത് ഡോക്യുമെൻറ്റേഷനും ചെയ്ത് അവരുടെ ആ പ്രൊജക്റ്റ് ടീമിൻ്റെ ഇടയിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്തതിന് ശേഷം അവർ നെക്സ്റ്റ് കിടക്കുന്ന സ്റ്റെപ്പാണ് കോഡ് റൈറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ്. അപ്പോൾ കംപ്ലീറ്റ് പ്ലാനിങ് കഴിഞ്ഞാൽ മാത്രമേ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ, എന്നാലേ അത് കരുതിയ രീതിയിൽ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുള്ളൂ. ഫസ്റ്റ്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്സ് ഇവാലുവേറ്റ് ദ നീഡ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഡിറ്റർമിൻ ദ ബെസ്റ്റ് മോഡൽ ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ദ കംപ്ലീറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്സ് ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് തീരുമാനിക്കും ഏത് മോഡലാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നൊക്കെ അവർ തീരുമാനിക്കും. വൺസ് ദ കോഡിംഗ് environment is established, the development team begin writing code for each of the features specified by the business analyst. അപ്പോൾ ആദ്യം അവരൊരു കോഡിംഗ് എൻവിറോൺമെൻ്റ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവർ കോഡിങ് എഴുതാൻ തുടങ്ങും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് അനലിസ്റ്റുകൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവർ സ്പെസിഫൈ ചെയ്തത് അതിൻ്റെ ബേസിലായിരിക്കും കോഡിങ് തുടങ്ങുക. ഇൻ ഓർഡർ ഡിക്റ്റേറ്റഡ് ബൈ ദ പ്രൊജക്ട് പ്ലാൻ, ആ പ്രൊജക്ട് പ്ലാൻ്റെ ബേസിലായിരിക്കും അവർ കോഡിംഗ് ഒക്കെ ചെയ്യുക. ആസ് ഡെവലപ്പേഴ്സ് കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ദേ യൂസ് ദ സോഴ്സ് കൺട്രോൾ സിസ്റ്റം ടു merge their work together, assist each other with code reviews to minimize code defects, minimize code defects and ensure quality work. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടീം ഒരു ഏരിയ കോഡിൻ്റെ ഒരു ഏരിയ ചെയ്യും, മറ്റേ ടീം വേറെ ഏരിയ ചെയ്യും. അങ്ങനെ ഓരോ ടീം ഓരോ ഏരിയ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവരെന്ത് ചെയ്യും, അവരുടെ എല്ലാവരുടെയും വർക്കുകൾ എടുത്തിട്ട് അവർ മെർജ് ചെയ്തിട്ട് ഒറ്റ കോഡാക്കിയിട്ട് അവർ റൺ ചെയ്യും. അപ്പോൾ എന്നിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് എവിടെയെങ്കിലും കോഡ് ഡിഫക്റ്റ് ഉണ്ടോ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് ഡിഫക്റ്റുകളൊക്കെ. അപ്പോൾ മാക്സിമം കോഡ് ഡിഫക്ട്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റി വർക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത്രയും നല്ലൊരു കോർഡിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ സെപ്പറേറ്റ് ചെയ്ത് കോഡ് ചെയ്തതിന് എല്ലാവരുടെ കോഡിലെ ഡിഫക്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഫൈനലൈസ് ചെയ്തിട്ട് മെർജ് ചെയ്തിട്ട് ഫൈനലി അതൊന്ന് റിവ്യൂ ചെയ്യും. എന്നിട്ട് ക്വാളിറ്റി വർക്ക് എൻഷുർ ചെയ്യും. അങ്ങനെ കോഡിങ് കഴിഞ്ഞു. പിന്നെ വരുന്ന ഏരിയയാണ് ടെസ്റ്റിങ്. വൺസ് ദ ഡെവലപ്പേഴ്സ് ഹാവ് ബിഗിൻ കോഡിങ്, ദ ടെസ്റ്റ് ടീം കമൻസസ് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സ്. അപ്പോൾ നമ്മളുടെ കോഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് ടീം വരും.
കോഡിങ്ങിൻ്റെ ഇടയിൽ തന്നെ ചെയ്യും ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സ്. ദ ടെസ്റ്റ് ടീം ഇംപ്ലിമെൻറ്റ് എ വെറൈറ്റി ഓഫ് സ്ട്രാറ്റജീസ് ടു എൻഷുർ ദാറ്റ് ഓൾ ഫീച്ചേഴ്സ് ഔട്ട്ലൈൻ ബൈ ദ ബിസിനസ് അനലിസ്റ്റ് ആർ ഫംഗ്ഷനിങ് ഇൻസ്റ്റർ. അതായത് ബിസിനസ് അനലിസ്റ്റുകൾ ഔട്ട്ലൈൻ ചെയ്ത എല്ലാ ഫീച്ചേഴ്സൊക്കെ എഴുതിയ പോലെ ഇൻറ്റൻറ്റ് ചെയ്ത പോലെ ഫംഗ്ഷനിങ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ദേ ഓൾസോ യൂട്ടിലൈസ് ക്വാളിറ്റി അഷുറൻസ് ടെക്നിക്സ് വിച്ച് സീക്സ് ടു അൺകവർ എനി ഡിഫെക്ട്സ് ഇൻ ദ കോഡ്. അതേപോലെ തന്നെ കോഡിൽ എന്തെങ്കിലും ഡിഫെക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. The test team may be used automated scenario driven test cases, manual testing, exploratory testing. പല രീതിയിലുള്ള ടെസ്റ്റിംഗ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. സിനാരിയോ ഡ്രിവൺ ബേസിലും മാനുവൽ ടെസ്റ്റിങ്ങും എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. When the test team find a problem with the code, they report it back to the development team for fixing. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ടീം അത് ഫിക്സ് ചെയ്യും. The testing team is not entirely discrete, but in an ongoing process that measures with the implementation phase until the product is ready to deployment. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നവരെ ഈ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഡിപ്ലോയ്മെൻറ്റ് നെക്സ്റ്റ് ആണ് ഡിപ്ലോയ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ കോഡിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്തു. അപ്പോൾ ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരിക്കലും അത് അവിടെ നിർത്തുന്നില്ല. അതേപോലെ കോഡിങ്ങൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളത് ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞാലും പിന്നീട് നമ്മളതിങ്ങനെ വേർഷൻ 2 സെക്കൻഡ് വേർഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ മെയിൻ്റനൻസിന് നല്ലൊരു കോസ്റ്റ് അതുകൊണ്ടാണ് വരുന്നത്. The deployment phase is the stage at which the product is considered complete and released to customers. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിപ്ലോയ്മെൻറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി ഇനി കസ്റ്റമർക്ക് റിലീസ് ചെയ്യാനുള്ള സ്റ്റേജാണ് ഡിപ്ലോയ്മെൻറ്റ്. ടു റീച്ച് ദിസ് ഗോ ലൈവ് മൈൽസ്റ്റോൺ ദ പ്രൊഡക്റ്റ് മേ ഫസ്റ്റ് അണ്ടർഗോ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഇൻ്റർ റിലീസ് ടു ബീറ്റ ഫോർ ദ ഫൈനൽ വേർഷൻ ഇസ് കമ്മിങ്. അപ്പോൾ ഫൈനൽ വേർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ടീം എന്ത് ചെയ്യും, അതൊരു ബീറ്റ റിലീസിന് വിടും. അതായത് ഒരു ഇൻറ്റേർണൽ റിലീസ്. ആ പ്രോഡക്റ്റിനകത്തുള്ള ഡിഫെക്ട്സ് ഇനിയും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതായത് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും, ഡിപ്ലോയ്മെൻറ്റ് ചെയ്ത് കൊടുക്കും ഇൻറ്റേർണലായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും ഡിഫെക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ അടിക്കും. ഇൻ അഡീഷൻ ടു ക്രിയേറ്റിംഗ് എ പ്രിവ്യൂ വേർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്, ഒരു പ്രിവ്യൂവിൻ്റെ ബേസിലാണ് അങ്ങനെ ചെയ്യുന്നത്. ദിസ് ഏർലി റിലീസ് ഓൾസോ അലോ ദ ഡിപ്ലോയ്മെൻറ്റ് ടീം ടു ട്രൈ ഔട്ട് ദ പ്ലാൻ ഡിപ്ലോയ്മെൻറ്റ് പ്രോസസ് ആൻഡ് റിഫൈൻ ദ ഡിപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജീസ് ബിഫോർ ഫൈനൽ റിലീസ്. അതായത് ഫൈനൽ റിലീസ് ചെയ്യുന്നതിന് മുന്നേ അതിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നമ്മൾ പറയും പ്രൊമോട്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്ന പോലെയാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കുക, ഫൈനൽ റിലീസ് ചെയ്യുമ്പോഴേക്കും അതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിപ്ലോയ്മെൻറ്റ് ഇൻറ്റേർണൽ ബീറ്റ റിലീസ് ചെയ്യുന്നത്. During each deployment milestone, specialists from the development and test team manage the build and release process to merge all of the development and testing work to date into cohesive functioning software application. അപ്പോൾ നമ്മൾ ഈ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ടൈമിനകത്ത് നമ്മൾ ടെസ്റ്റിംഗ് ടീമും അതേപോലെ തന്നെ നമ്മളുടെ ഇതിനകത്തുള്ള സ്പെഷ്യലിസ്റ്റുകളൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എഴുതിയ രീതിയിലൊക്കെ ഫംഗ്ഷനിങ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ ഏരിയാസും കൂടെ മെർജ് ചെയ്തിട്ട് അതൊന്ന് ഡിപ്ലോയ് ചെയ്യുന്നത്. They also be in charge of creating software customer facing installation process and completing any required security signing for the applications. അതേപോലെ തന്നെ അവർ സോഫ്റ്റ്വെയർ കസ്റ്റമർ ഫേസിങ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അതായത് ഈ ബീറ്റ റിലീസ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡെവലപ്മെൻറ്റ് ടീമും ടെസ്റ്റിംഗ് ടീമും എല്ലാവരും കൂടെ ഒന്ന് അവരുടെ കൺസെപ്റ്റുകളൊക്കെ മെർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മളത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കുന്നത്. സോ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് എന്തെങ്കിലും കോഡ് ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആ ഫംഗ്ഷനിങ് അവർ പ്രതീക്ഷിച്ചത്ര ഇൻറ്റൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീറ്റ റിലീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ അതിനകത്തുണ്ടോ, അതായത് ഇപ്പോൾ ഒരാൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ചിലപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യില്ല, വേറെ ആൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ, അങ്ങനെ ഇൻസ്റ്റാളേഷൻ ഫേസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ബേസിക്കലി അതായത് ഒരു ഇൻട്രക്ഷൻ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീറ്റ റിലീസ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദ ഇൻറ്റേർണൽ ഓർ ബീറ്റ റിലീസ് ആർ കംപ്ലീറ്റ്, ദ ഡിപ്ലോയ്മെൻറ്റ് ടീം സ്റ്റീൽസ് ദ പ്രൊഡക്റ്റ് ത്രൂ ഇറ്റ്സ് ഫൈനൽ റിലീസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ബീറ്റ റിലീസിലൂടെ അവർക്ക് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇതൊക്കെ മെർജ് ചെയ്ത് കൊണ്ടുവന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ ഒരു ബീറ്റ റിലീസിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ ഈ ബീറ്റ റിലീസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഇഷ്യൂസും ഡിഫെക്ട്സൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മളുടെ ഡെവലപ്മെൻറ്റ് ടീം എന്ത് ചെയ്യുക, ഫൈനൽ റിലീസ് ചെയ്യുക. അതായത് കസ്റ്റമേഴ്സിന് ഫൈനലായിട്ട് നമ്മളുടെ ഔട്ട്പുട്ടിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റാണ് മെയിൻ്റനൻസ്.
Once the product has been deployed to customers, it enter into the maintenance phase. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് ഫേസിലെത്തി. During this phase, specialists from the development and testing team monitor the product in the wild to see how it's adapting a regular customer usage. If customer encounter any unforeseen problem, the maintenance team takes corrective action and issue fix to remedy the issue. അപ്പോൾ എന്ത് ചെയ്യും, മെയിൻ്റനൻസ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിപ്ലോയ്മെൻറ്റിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് കസ്റ്റമേഴ്സ് നോട്ട് ചെയ്ത് പറയുന്നുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് അവർ നമ്മളോട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, മെയിൻ്റനൻസ് ടീം അതൊക്കെ കറക്റ്റീവ് ആക്ഷനൊക്കെ എടുത്തിട്ട് റെമഡീസ് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് ആ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ചെയ്ത് കൊടുക്കും. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവർക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ, ഇപ്പോൾ വിൻഡോസിന് നമുക്കറിയാം ഒരുപാട് വേർഷൻ വരുന്നത് എന്താണ്, അതിനകത്തുള്ള ഒന്നിൽ ചേഞ്ച് വരുത്തിയിട്ട് വേറൊരു വേർഷൻ പിന്നെയും ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെ പുതിയ പുതിയ വേർഷൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടെ അതുകൊണ്ടുണ്ട്. ഇൻ അഡീഷൻ ടു മെയിൻ്റനൻസ് ടീം വിച്ച് മേ ഓൾസോ ഇൻക്ലൂഡ് ബിസിനസ് അനലിറ്റിസ്റ്റ്, മോണിറ്റേഴ്സ് customer feedback and begins plan for enhancement for next version of the software. അതായത് ഈ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബിസിനസ് അനലിസ്റ്റുകൾ നെക്സ്റ്റ് ഫേസ് കൊണ്ടുവരാൻ നോക്കും. അതായത് നെക്സ്റ്റ് വേർഷൻ, ആ സോഫ്റ്റ്വെയറിൻ്റെ നെക്സ്റ്റ് വേർഷൻ കൊണ്ടുവരാൻ നോക്കും. എനി ഐഡിയാസ് ഓർ സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് വിൽ ബി ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ പ്ലാനിങ് ഫേസ് വെൻ ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ബിഗിൻസ് എ ന്യൂ ഫോർ V2 ഓഫ് ദ പ്രൊഡക്റ്റ്. ആ സെയിം പ്രൊഡക്റ്റിന് തന്നെ വേർഷൻ സെക്കൻഡ് വേർഷൻ തുടങ്ങും. നമുക്കറിയാലോ എന്ത് കാര്യത്തിനുള്ളതാണ് സെക്കൻഡ് വേർഷനും തേർഡ് വേർഷനൊക്കെ. സോ അതുപോലുള്ളൊരു വേർഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു സജഷൻസും ഐഡിയാസൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ പുതിയൊരു സോഫ്റ്റ്വെയറിലേക്കുള്ളൊരു തുടക്കം കൂടി ആകും. ഇത്രയാണ് നമ്മുടെ SDLC പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഈ ഫേസുകളൊക്കെ നിങ്ങൾ മുന്നേ ഡിഗ്രിക്കും പഠിച്ചിട്ടുണ്ടാവും. സോ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.